ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു മുഖം കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് NMMS-ൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് സ്കോളർഷിപ്പ് നേടുക എന്നത് തന്നെയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് മാറ്റ് അഥവാ മെന്റൽ എബിലിറ്റി ടെസ്റ്റ്. 90 മാർക്കിന് ചോദിക്കുന്ന ഈ ചോദ്യത്തിൽ നിന്നും 40 മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പാസ്സാണ്. പക്ഷെ അതൊന്നും പോരാ, നമുക്ക് അതിനേക്കാളൊക്കെ കൂടുതൽ മാർക്ക് വാങ്ങിയിട്ട് തന്നെ ടോപ്പറായിട്ട് തന്നെ വേണം നമുക്ക് പാസ്സാവാൻ. വേണ്ടേ എന്നാ എഴുതി വെച്ചോളൂ. ഈ 40 മാർക്കിൽ 5 മാർക്ക് കിട്ടാൻ വളരെ സിമ്പിളാ. നിങ്ങളുടെ മാറ്റിലെ ചോദ്യ പേപ്പറിൽ 5 മാർക്ക് വരുന്നത് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. കുറച്ച് നമ്പേഴ്സ് തരും, അതിൽ മിസ്സായ നമ്പർ ഏത്, അല്ലെങ്കിൽ അടുത്ത ടേം ഏത്, അടുത്ത പദം ഏത് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം. എന്നാൽ ചില ചോദ്യങ്ങൾ അതിൽ കുറച്ച് ടഫായിട്ട് വരാറുണ്ട്. എങ്ങനെയാണ് ഈ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്? നമ്പർ സീരീസിന്റെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മൾ ആൻസർ ചെയ്യുക? മക്കളെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ കിഡ്ലസ് സ്റ്റെപ്പുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ വെക്കുക. കാരണം നിങ്ങളുടെ ഓരോ വിലപ്പെട്ട കമന്റുകളും ഞങ്ങൾ അത്രയധികം വാല്യൂ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. മക്കളെ, ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ നോക്കൂ. പല കുട്ടികൾക്കും ഇതിന്റെ അടുത്ത ടേം എന്ത്, അല്ലെങ്കിൽ ഈ ചോദ്യത്തിന്റെ അടുത്ത ടേം എന്ത് എന്ന് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും പല കുട്ടികൾക്കും. ഇത് 2 ചോദ്യങ്ങളും NMMS മാറ്റ് എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ ഇതുപോലെയൊക്കെ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടത്? ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഏതിലേക്കാണ് പോവേണ്ടത്? മക്കളെ, വീഡിയോയിലേക്ക് പോകുന്നതിന് നിങ്ങൾ നിർബന്ധമായിട്ടും ഞാൻ കുറച്ച് സ്റ്റെപ്പുകൾ പറയാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പല്ല, ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്പുകൾ പറയാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എഴുതി വെച്ചോളൂ. സ്റ്റെപ്പ് 1, ഒരു ചോദ്യം കിട്ടുകയാണെങ്കിൽ ആ ചോദ്യം അടിപൊളിയായിട്ട് വായിക്കുക എന്നത് തന്നെയാണ്. എന്താക്കാണ് അത് കൃത്യമായിട്ട് വായിക്കുക എന്നത് തന്നെയാണ്. ചോദ്യം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന്റെ ഉത്തരം കിട്ടും. ചില ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളും അല്ല, വെറുതെ വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും. എന്നാൽ ഇങ്ങനെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലുള്ള ബെനിഫിറ്റ് ഞാൻ പറയട്ടെ. നിങ്ങൾ ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് ആണ് സമയമെങ്കിൽ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയാണെങ്കിൽ വെറും 5 സെക്കൻഡ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ചോദ്യത്തിന് ഉത്തരം കിട്ടും. 5 സെക്കൻഡ് കൊണ്ട് ഉത്തരം കിട്ടിയാലുള്ള ബെനിഫിറ്റ് എന്താണെന്നറിയോ? ബാക്കി 55 സെക്കൻഡുകൾ നിങ്ങൾക്ക് വേറെ ചോദ്യത്തിന് ഉപയോഗിക്കാം. ഇങ്ങനെ 2ഓ 3ഓ ചോദ്യത്തിന് ഉത്തരം 5 സെക്കൻഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് 3, 4, 5 മിനിറ്റുകളാണ് ലാഭം. അത് നിങ്ങൾക്ക് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ്സിലെ അല്ലെങ്കിൽ ഈ NMMS ഏറ്റവും ടോപ്പേഴ്സ് ആയിട്ട് മാറാൻ സാധിക്കും. മനസ്സിലായോ സാറേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് ചോദ്യം വായിച്ചിട്ട് തന്നെ ഇതിന്റെ ആൻസർ പറയാൻ പറ്റുമോ? കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വളരെ ഈസി ആയിട്ട് 1ഓ 2ഓ തവണ വായിച്ചാൽ തന്നെ ആൻസർ കിട്ടും. മക്കളെ, ഈ ചോദ്യത്തിൽ നിങ്ങൾ നോക്കൂ. 1, 3, 7, 13, 21. വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ വ്യത്യാസം നോക്കുന്ന സമയത്ത് ആദ്യം 2 കൂടുന്നു, പിന്നെ 4 കൂടുന്നു, പിന്നെ 6 കൂടുന്നു, പിന്നെ 8 കൂടുന്നു. ഈ ഒരു രീതിയിലാണ് ഈ ചോദ്യം പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത പദം എന്തായിരിക്കും? നിങ്ങൾ പറ. 10 കൂടുന്നു. 21നോട് 10 കൂടിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 31 ആണ്. അങ്ങനെ ഈസി ആയിട്ട് 5 സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 1 മാർക്ക് പോക്കറ്റിലാവും. പക്ഷേ എല്ലാ ചോദ്യങ്ങളും ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് 2, ചെക്ക് ദ പാറ്റേൺ ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ് ഓർ ആൾട്ടർനേറ്റിംഗ്. അതായത് കൂടിക്കൊണ്ടിരിക്കുകയാണോ, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ ആദ്യം കൂടി കുറഞ്ഞു, അല്ലെങ്കിൽ ആദ്യം കുറഞ്ഞു കൂടി, ആ രീതിയിലാണോ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ടഫുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ ഒരു ചോദ്യം നോക്കുക. 5, 10, 13, 26. ആ ചോദ്യങ്ങൾ എന്താ സംഭവിക്കുന്നത്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ മക്കളെ. ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 2 ചോദ്യങ്ങളിൽ നമുക്ക് മനസ്സിലായി, ഇതിന്റെ പാറ്റേൺ മനസ്സിലായി. ഇത് കൂടിക്കൊണ്ടിരിക്കുന്നു, ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് സിമ്പിൾ ആയിട്ട് വായിച്ചാൽ മനസ്സിലാവും. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? കൂടിക്കൊണ്ടിരിക്കുകയാണോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ടഫ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായി. അതെങ്ങനെ ചെയ്യാനുള്ള ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചുകൂടി കട്ടിയുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇഫ് ദ സീരീസ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് പാറ്റേൺ. അതായത് എത്രയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്, എത്രയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന റേറ്റ്, ആ മാറ്റം ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ. ഇവ തമ്മിലുള്ള കൂടുന്ന ഇവിടെ ആദ്യം 5 കൂടി, പിന്നെ എത്ര കൂടി? 3 കൂടി, പിന്നെ എത്ര കൂടി? അത് ഇരട്ടിയായി. 13നോട് 13 കൂടി, പിന്നെ എന്തായി? 26നോട് 3 കൂടി, പിന്നെ 29നോട് എത്രയായി? അത് ഇരട്ടിയായി, 58ആയി. അപ്പം ആദ്യം 5 കോടി എന്ന് പറഞ്ഞിടത്ത് നിങ്ങൾക്ക് ഒരു സംഭവം മനസ്സിലായി.
5 കൂടിയതല്ല, 5ന്റെ ഇരട്ടിയാണ് ഇവിടെ വരുന്നത്. 5ന്റെ ഇരട്ടി എത്ര? 10 ആണ്. ആദ്യം ഈ നമ്പറിന്റെ ഇരട്ടി വന്നു, പിന്നെ 3 കൂടി, പിന്നെ ഈ നമ്പറിന്റെ ഇരട്ടി വന്നു, പിന്നെ 3 കൂടി, പിന്നെ ഈ നമ്പറിന്റെ ഇരട്ടി വന്നു, പിന്നെ 3 കൂടി. അപ്പൊ ഈ നമ്പർ എത്രയ്ക്കും? 61. കണ്ടോ? ആ ചോദ്യം ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ അതിന്റെ വ്യത്യാസം അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിന്റെ ഐഡിയ കിട്ടും. ഇതേ സംഭവം തന്നെ ഇവിടെയും പറ്റും. ആദ്യം 729 512 ആവുന്നു. എത്ര കുറയുന്നു നോക്കാം. 512 വീണ്ടും കുറയുകയാണ്, വീണ്ടും കുറയുകയാണ്, വീണ്ടും കുറയുകയാണ്. അപ്പോൾ ആ ഒരു പാറ്റേൺ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ അടുത്ത ആൻസർ കിട്ടും. അതാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. എത്രയാണോ കൂടുന്നത് അല്ലെ എത്രയാണോ കുറയുന്നത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, ആൻസർ കിട്ടും. യെസ്. സ്റ്റെപ്പ് 4, ഒരു സ്റ്റെപ്പും കൂടി. ഫോർ ആൾട്ടർനേറ്റീവ് സീരീസ്, അതായത് ചിലപ്പോൾ കൂടുന്നു, ചിലപ്പോൾ കുറയുന്നു, ചിലപ്പോൾ കൂടുന്നു, ചിലപ്പോൾ കുറയുന്നു, അങ്ങനത്തെ സീരീസുകൾ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് നീഡ് ടു ചെക്ക് വെദർ ദ സീരീസ് ഹാസ് 2 ഡിഫറെന്റ് ഓപ്പറേഷൻസ് വിച്ച് ആർ ബീങ് ഓൾറെഡി പെർഫോംഡ് ഓർ ദർ ഇസ് എ മിക്സ് ഓഫ് 2 സീരീസ്. അതായത് കൂടെ കുറയാനുള്ള ഒരു എക്സാമ്പിൾ നോക്കും മക്കളെ. 4 9 അല്ലേ, 4 9 പിന്നെ 6 പിന്നെ 18 പിന്നെ 9 പിന്നെ 27 പിന്നെ 13 പിന്നെ 36 4. യെസ്. ഇത് 2 തരത്തിലാണ് ഇവിടെ മിക്സ് വരുന്നത്. ആദ്യം 9 വന്നു, പിന്നെ 18 വന്നു, പിന്നെ 27 വന്നു, പിന്നെ 36 വന്നു. 9ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ വരുന്നത് എന്താണ്? ആദ്യം 4 വന്നു, അതിനോട് 2 കൂടി 6 ആയി, വീണ്ടും 3 കൂടി 9 ആയി, വീണ്ടും 4 കൂടി 13 ആയി. അപ്പൊ അടുത്ത എത്രയും കൂടാ? 13നോട് 4 കഴിഞ്ഞാൽ പിന്നെ എത്ര കൂടുന്നത്? 5 ആണ് കൂടുന്നത്. അപ്പൊ അടുത്ത ടേം എത്രയായിരിക്കും? 18 ആയിരിക്കും. ഇതിന്റെ അടുത്ത ടേം എത്രയായിരിക്കും? 36 കഴിഞ്ഞാൽ പിന്നെ എത്ര വരുന്നത്? 45 ആണ്. മനസ്സിലായോ? ഓൾട്ടർനേറ്റീവ് സീരീസ് വരുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക, സിമ്പിൾ ആണ്. ഇതുപോലെ മിക്സഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ മിക്സ് നോക്കുക. 9 18 27 36 ഈസി ആയിട്ട് കിട്ടും. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്ര? 45 ഈസി ആയിട്ട് കിട്ടും. എന്നാൽ അതിന്റെ ഇടയിൽ വരുന്ന ആദ്യം 4 പിന്നെ അതിനോട് 2 കൂടി 6, 6നോട് 3 കൂടി 9, 9നോട് 4 കൂടി 13, അപ്പൊ 13നോട് 5 കൂടിയിട്ട് അടുത്ത ടേം എത്രയ്ക്കും? 18. ഇങ്ങനെയാണ് ഐഡിയ മനസ്സിലാക്കേണ്ടത്. സെറ്റ് ആണോടാ? സെറ്റ് ആണോ? വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? യെസ്. ഐഡിയ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ കാണുന്നതാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ട പാറ്റേൺ എന്ന് പറയുന്നത്. മക്കളെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. ആ 4 സ്റ്റെപ്പ് നിങ്ങൾ നോക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചോദ്യം വായിച്ചാൽ മനസ്സിലാവും. മനസ്സിലാവാത്ത ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക, അത് കൂടുകയാണോ കുറയുകയാണോ നോക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് കൂടുകയാണെങ്കിൽ എത്രയാണ് കൂടുന്നത്, കുറയുകയാണെങ്കിൽ എത്രയാണ് കുറയുന്നത് നോക്കുക. നാലാമത്തത് മിക്സ് ആയിട്ട് വരികയാണെങ്കിൽ, മിക്സ് ആയിട്ട് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ആ മിക്സ് എങ്ങനെയാണ് വരുന്നത് നോക്കുക. ഇത്രേ ഉള്ളൂ. ഈ ഒരു ഐഡിയ 4 ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ചോദ്യം ചെയ്യാം പുഷ്പം പോലെ ശ്രദ്ധിച്ചോളൂ. 15 18 21 24 വളരെ സിമ്പിൾ ആണ്. ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഉത്തരം കിട്ടും. 15 3 കൂടുന്നു 3 കൂടുന്നു 3 കൂടുന്നു 24നോട് 3 കൂട്ടിയ 27, 5 സെക്കൻഡ് അല്ലെ 3 സെക്കൻഡോട് ആൻസർ കിട്ടി. ഇത് നിങ്ങളുടെ NMMS മാറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യം. 5 മാർക്ക് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. ഈ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. 7 7 5 12 അല്ലെ, ചോദ്യം നോക്കണം. 7 ഇതൊക്കെ സിമ്പിൾ ആയിട്ട് 5 മാർക്കാണ് നിങ്ങൾക്ക് വെറും സെക്കൻഡ് കൊണ്ട് കിട്ടുന്നത്. 7 അതിനോട് 5 കൂടുന്നു, 12നോട് പിന്നെ 7 കൂടുന്നു, 19നോട് പിന്നെ എത്ര കൂടും? 5 2 7 7 2 9 19 28 പിന്നെ എത്ര കൂടുന്നു നോക്കിയാൽ മതി. ശരിയാണോ നോക്കാൻ അടുത്ത ടേമും കൂടി നോക്കാം. ആദ്യം 5 പിന്നെ 7 പിന്നെ 9 പിന്നെ 11 28 + 11 എത്ര? 39. കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് വെരി സിമ്പിൾ, 28 ആണ്. അത് ഒരു 5 സെക്കൻഡോട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ എത്ര മിനിറ്റ് ആണ് നിങ്ങൾ ലാഭിച്ചത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് കോൺഫിഡന്റ് കൂടുന്നുണ്ടോ നോക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ കഴിഞ്ഞിട്ട് വീഡിയോയുടെ കമന്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. മസ്റ്റ് ആയിട്ടും ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ആ ഒരു കമന്റുകളാണ് എനിക്ക് വീണ്ടും കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാൻ എനർജി നൽകുന്നത്. മക്കളെ അടുത്തൊരു ചോദ്യം സിമ്പിൾ ആണ്, രസകരമായുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് 2 സീരീസുകൾ അല്ലെ 2 ഇത് കാണാം, നമ്പറിന്റെ പാറ്റേൺ കാണാം. 12 15 18 21 24. വെരി സിമ്പിൾ. അടുത്ത 27. നിങ്ങൾക്ക് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ചില ചോദ്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്നില്ല, വേഗം ഓപ്ഷൻസിലേക്ക് നോക്കാം, പെട്ടെന്ന് ആൻസർ ആവും. അടുത്തൊരു കാര്യം ഉറപ്പാണ്, 27 നമ്പർ. അപ്പൊ അടിയത്ത് വായിച്ച് നോക്കാൻ വേണ്ട, 27 ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ ഇവിടെ, അതാണ് എന്റെ ആൻസർ. കഴിഞ്ഞു. നിങ്ങൾ അടിയത്ത് നോക്കാൻ വേണമെന്നില്ല, നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടി. ചിലപ്പോഴൊക്കെ ഓപ്ഷനിൽ ഉത്തരം ഉണ്ടാവാറുണ്ട് മക്കളെ. ഓപ്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷനും റീഡ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചോദ്യം മാത്രമല്ല, നിങ്ങൾ ചോദ്യം വായിച്ചിട്ട് അത് മനസ്സിലായാൽ അതിന്റെ ഓപ്ഷനിലേക്ക് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 27 എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ആൻസർ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ നിങ്ങൾ അടുത്ത് വായിച്ച് നോക്കാനോ വേണ്ട. നിങ്ങൾക്ക് വേണേൽ വെരിഫൈ ചെയ്യാം. 89 3 കുറയുന്നു 3 കുറയുന്നു 3 കുറയുന്നു 3 കുറയുന്നു 74. അതല്ലേ ആൻസർ? നോക്കൂ, സിംപിളി അതന്നായിരിക്കും ആൻസർ. കത്തിയോ മക്കളെ? കത്തിയോ? രസമുണ്ടോ? ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യണേ മക്കളെ. നിങ്ങൾക്ക് വേണ്ടി അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ടീച്ചേഴ്സും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഈ നമ്പർ നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയത് വേറൊരു കാര്യം. ഈ സീരീസ് പറയാൻ വിട്ടുപോയൊരു കാര്യം കേട്ടോ, ഇതിൽ പെടാത്ത മറ്റൊരു കാര്യം.
മക്കളെ ഒരു ചോദ്യം കാണുന്ന സമയത്തെ നിങ്ങൾ ഈ ചോദ്യം നോക്കി. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത അറിയോ? ഈ നമ്പറുകളൊക്കെ ഈ അടുത്ത എല്ലാ നമ്പറുകളും തമ്മിൽ ചെറിയ മാറ്റമുള്ളൂ, വളരെ ചെറിയ മാറ്റമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ സീരീസ് ഒന്നെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുക, ചെറിയ നമ്പറുകൾ കൂടിക്കൊണ്ടിരിക്കുക, ചെറിയ നമ്പറുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇതുപോലൊക്കെയാണ് പാറ്റേൺ എങ്കിൽ ഇവിടെ നോക്കൂ, ഒരു നമ്പർ കഴിഞ്ഞ് വലിയ നമ്പറാണ് അടുത്ത് വരുന്നത്, അത് കഴിഞ്ഞിട്ട് വലിയ നമ്പർ അടുത്ത് വരുന്നത്, അത് കഴിഞ്ഞ് വലിയ നമ്പറാണ് അടുത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ഗുണനമായിരിക്കും ഉണ്ടാവുക. അവിടുത്തെ ഡിഫറൻസ് മിക്കവാറും മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ അതിന്റെ പവറോ അല്ലെ ഇരട്ടിയോ അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. വലിയ വലിയ നമ്പർ വരികയാണെങ്കിൽ അവിടെ ഗുണനായിരിക്കും വരിക. പക്ഷെ ഈ നമ്പറുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള നമ്പർ ആയിരിക്കണം, ആണ് എനിക്കറിയാം. കാരണം 16 പറഞ്ഞാൽ 4 സ്ക്വയർ, 64 പറഞ്ഞാൽ 8 സ്ക്വയർ, ഇത് 10 സ്ക്വയർ, ഇത് 12 സ്ക്വയർ അല്ലേ? നോക്കി നോക്കൂ, നിങ്ങൾ നോക്കുന്ന സമയത്ത് പല ആൾക്കാർ ഇതിന്റെ ആൻസർ 5 സ്ക്വയർ എഴുതി ഉത്തരം 25 ചെയ്തു. പക്ഷെ തെറ്റാണ്. കാരണം 4 സ്ക്വയർ, 8 സ്ക്വയർ, 10 സ്ക്വയർ, 12 സ്ക്വയർ ഈവൻ നമ്പർ, ഇരട്ട സംഖ്യകളാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരിക? 6 സ്ക്വയർ വരിക. 4, 6, 8, 10, 12. അപ്പൊ ഇതിന്റെ ആൻസർ കറക്റ്റ് എത്ര വരുന്നത്? 36 ആണ് കേട്ടോ. ഓക്കെ, സംഭവം മനസ്സിലായോ? അങ്ങനെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാൽ മക്കളെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്തായിരിക്കും ഈ കാണുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം? അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എത്ര നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും അല്ലെ? ആദ്യത്തെ ചോദ്യം അതിലേക്ക് നമ്മൾ വരും. അത് കുറച്ച് ടഫ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 18, 10, 6, 4. 18 ആദ്യം 8 കുറഞ്ഞു, 10 പിന്നെ 4 കുറഞ്ഞു, 6 പിന്നെ 2 കുറഞ്ഞു. അത് ഓരോന്നിന്റെയും പകുതിയാണ് കുറഞ്ഞു വരുന്നത്. ആദ്യം 8ന്റെ പകുതി 4, പിന്നെ 4ന്റെ പകുതി 2, പിന്നെ 2ന്റെ പകുതി 1 ആണ് കുറയുക. സോ ഓപ്ഷൻ ഡി അല്ലെങ്കിൽ ഓപ്ഷൻ 4, 3 ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റാണോ? അങ്ങനെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മക്കളെ. ഓൾട്ടർനേറ്റീവ് സീരീസാ 2, 3, 5, 7. 2, 3, 5, 7. യാ മോനെ, ഇതെനിക്ക് പരിചയമുള്ള സീക്വൻസ് ആണ്. ഏതാണ്? 2, 3, 5, 7. മക്കളെ, അറിയാത്ത ആളുകൾ പഠിച്ചു വെച്ചോളൂ. ഇത് പ്രൈം നമ്പർ ആണ്, അഥവാ അഭാജ്യ സംഖ്യകളാണ്. പ്രൈം നമ്പർ, അഭാജ്യ സംഖ്യകൾ. അത് ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ടും വേറെ ഒന്ന് കൊണ്ടേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 10 എടുത്തു. 10 നമുക്ക് ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും പിന്നെ 2, 5 ഒക്കെ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മൾ 7 എടുക്കുകയാണെങ്കിൽ ആ നമ്പറിനെ 7 കൊണ്ടും 1 കൊണ്ടും മാത്രമേ പറ്റുള്ളൂ. ഇത്തരം സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യ എന്ന് പറയാം. അപ്പൊ ഇതിൽ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി 9 എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാൻ ഭാഗ്യം. കാരണം 9 എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് എല്ലാവരും ആൻസർ ചെയ്തു. 2, 3, 5, 7. അടുത്ത 9 ഉള്ള അങ്ങ് എഴുതും. പക്ഷെ 9 അല്ല വരുന്നത്. അടുത്ത പ്രൈം നമ്പർ ആദ്യത്തെ ഒരു 20 വരെ ഉള്ളെങ്കിൽ മിനിമം പഠിച്ചു വെക്കണേ. 2, 3, 5, 7, 11, 13, 17, 19. ഇതാണ് ആദ്യത്തെ 20 വരെയുള്ള അഭാജ്യ സംഖ്യ. ഈ നമ്പറിനൊക്കെ ആ നമ്പർ 1 മാത്രമേ അതിന്റെ ഘടകങ്ങളുള്ളൂ, ഫാക്ടേഴ്സ് ഉള്ളൂ. ഓക്കെ, അപ്പൊ 11 ഓപ്ഷൻ വരിക. ഒരു കാര്യം ഉറപ്പായി, 11 2 ആളുകളുണ്ട്. കൺഫ്യൂഷൻ ആയല്ലോ അല്ലെ? അപ്പൊ 11 2 ആളുകൾ ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതും കൂടി നോക്കണം. 3, 5, 7, 11. ട്വിസ്റ്റ്. ആദ്യം 2 കൂടി, 3, 2, 5. 2 കൂടി, 5, 2, 7. 4 കൂടുന്നത്. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അല്ലേ? എന്ത് ചെയ്യും? ഇതുപോലെ നമ്മൾ സ്റ്റെക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ 2 ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. ഒന്ന് 13. അപ്പൊ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, തുടങ്ങുന്നത് 11 അത് ഉറപ്പാണ്. കാരണം 2, 3, 5, 7. പിന്നെ അവസാനിക്കുന്നത് മാത്രം നോക്കണ്ടേ. 3, 3, 2, 5, 5, 2, 7. അപ്പൊ 2, 3, 5, 7, 9 ഇല്ല. അതും അഭാജ്യ സംഖ്യ, പ്രൈം നമ്പർ. 11 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 13 നെക്സ്റ്റ് പ്രൈം നമ്പർ. ആദ്യത്തെ പ്രൈം നമ്പർ 2 എന്ന് തുടങ്ങി, പിന്നെ 3, 5, 7, 11, 13. സോ ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, രണ്ടും പ്രൈം നമ്പർ അഥവാ അഭാജ്യ സംഖ്യകൾ ഉപയോഗിച്ചിട്ടാണ് ചോദ്യം വന്നത്. എങ്കിൽ ഞാൻ ആദ്യം കാണിച്ച 2 ടഫുള്ള ചോദ്യങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യാം? ഈ ചോദ്യത്തിൽ പോകുന്നതിന് മുമ്പേ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അതിന്റെ ഹിന്റ് ഞാൻ തരാം മക്കളെ. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ പല തീരത്തിൽ ആലോചിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് മക്കളെ? ഒരു കാര്യം ഉറപ്പാണ്, ഈ നമ്പറൊക്കെ എന്താണ്? വലിയ വലിയ നമ്പർ അല്ലേ വരുന്നത്. ഇപ്പൊ 0, 4. ആദ്യം 4 കൂടുന്നു, 4, 18. പിന്നെ 14 കൂടുന്നു, 18, 48. പിന്നെ 30 കൂടുന്നു അല്ലെ? ആ രീതിയിലാണ് പോകുന്നത്. 30നോട് വീണ്ടും എത്ര കൂട്ടുന്നു? 30, 48, 52. ഇങ്ങനല്ലേ പോകുന്നത്. അപ്പൊ ഈ 4, 14, 30, 52 പ്രത്യേകിച്ച് ഒരു പാറ്റേണും കിട്ടുന്നില്ല, പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടുന്നില്ല. എന്താ കിട്ടുന്നതാണ്? നമ്പർ കൂടി ഒരേ നമ്പറാണ് വരുന്നത് അല്ല. അപ്പൊ നമ്മൾ വീണ്ടും ഇതേപോലെ കിട്ടുന്നില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 4, 14 എത്ര കൂടുന്നത്? 10. അതായത് 10 + 4 14. രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കും മക്കളെ, ഇവിടെ വീണ്ടും വരുന്നത് എത്ര? 14. ഇവിടെ 16 കൂടുന്നത്. 16, 14, 30. ഇവിടെ എത്ര കൂടുന്നത്? 30. വീണ്ടും 30, 22 അല്ലേ? 22. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു പാറ്റേൺ കാണാൻ പറ്റും. 10, 16,
22. അതായത് 10 തുടങ്ങി 6 കൂടിക്കൊണ്ടിരിക്കാം. അപ്പൊ അടുത്ത എത്രയ്ക്കും കൂടുന്നത്? 28. നോക്കി മക്കളെ, 28 പ്ലസ് 52. 28 പ്ലസ് 50, 22ഉം 30ഉം 52 അപ്പം 28 പ്ലസ് 52 ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്ര വരും? 20, 50, 70, 80 വരും അല്ലെ? ഇവിടെ എത്ര വരും? 28 പ്ലസ് 52 ദാറ്റ് ഈസ് എത്ര? 80. ഈ ഒരു പാറ്റേൺ നോക്കാം. 10 പ്ലസ് 4 14, 16 പ്ലസ് 14 30, 22 പ്ലസ് 30 52, 28 പ്ലസ് 52 ദാറ്റ് ഈസ് 80. ഇനി നോക്കി നോക്കൂ ഇവിടെ 0 പ്ലസ് 4 4, 4 പ്ലസ് 14 14, 18, 18 plus 30 48, 48 plus 52 100. So 100 plus 8 that is equal to 180. Okay. അപ്പം നേരത്തെ നമുക്ക് കളഞ്ഞ സമയങ്ങൾ വേണമെങ്കിൽ എന്താക്കാം? ഇവിടേക്ക് അപ്ലൈ ചെയ്യാം. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ്. 5 ചോദ്യത്തിൽ ഒരു ചോദ്യമൊക്കെ ടഫുള്ള വേണ്ടേ? അപ്പൊ ടഫുള്ള ചോദ്യങ്ങൾ വന്നാലും എനിക്ക് എന്താക്കാൻ പറ്റും? ചെയ്യാൻ പറ്റും. സോ മക്കളെ, അത് തന്നെയാണ് എനിക്ക് ഇവിടെ പഠിപ്പിക്കാനുള്ളത്. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. യെസ്, ഇതിന് ആൻസർ എങ്ങനെയാണ് ചെയ്യാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. 1 × 3 3, 3 × 4 12, 12 × 5 60. സോ 60 × എത്ര എന്നാണ് നിങ്ങൾ ഇവിടെ ആൻസർ ചെയ്യേണ്ടത്? നോക്കി നോക്കൂ. 1 × 3 3. ഈ നമ്പർ വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്തത്. ഈ നമ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ ഗുണനമാണ് വരുന്നത്. കാരണം വലിയ വലിയ നമ്പറാണ് വരുന്നത്. 1 കഴിഞ്ഞ് 3, 3 കഴിഞ്ഞ് 12, 12 × 60. അപ്പൊ കൂടിക്കൂടിയല്ല വരുന്നത്, ഗുണിച്ചാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഇൻറ്റു ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ഏത് എന്ന് നിങ്ങൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ, എന്റെ പേര് അറിയാത്ത ആളുകളോട് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഷാഹിദ് റംസാൻ കേട്ടോ. അപ്പൊ മാറ്റ് ക്ലാസ് എടുക്കാൻ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. എല്ലാ മാറ്റ് ചോദ്യങ്ങളും ക്രാക്ക് ചെയ്യാൻ പഠിക്കണം. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ കട്ടൊക്കെ കൂടെ ഉണ്ടാവുക. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ബൈ.